നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും വളരെ വിനയത്തോടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. വിശേഷാൽ ഇന്ന് പുതുതായി ആരെങ്കിലും സംബന്ധിക്കുന്നുണ്ടെങ്കിൽ ചിലരുണ്ടാവാം. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും പ്രത്യേകം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. അതോടൊപ്പം വളരെ പ്രായവും രോഗവും ഒക്കെ അങ്ങനെയുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ശാരീരിക ക്ഷീണത്തിന്റെയും ബന്ധപ്പാടുകളുടെയും നടുവിലും ദൈവത്തിന്റെ വചനത്തോടുള്ള സ്നേഹം നിമിത്തം ബന്ധപ്പെട്ട് ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ പാദത്തിൽ ഇരിക്കുകയും തിരുമുഖത്തേക്ക് നോക്കുകയും ചെയ്യാം. ദൈവം നമ്മോട് സംസാരിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിന്റെ ദാസൻ സാമ്പ്രദർ ഓർപ്പിച്ചതുപോലെ ഇന്ന് നമ്മൾ 2 പീറ്റർ ആരംഭിക്കുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണ് ഇതും. ഒരുപാട് അനുഗ്രഹീതമായ ആത്മീയ ചിന്തകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിൽ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. അതിൽ ചിലതെങ്കിലും നമുക്ക് മനസ്സിലാകത്തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാരംഭമായിട്ട് ആദ്യത്തെ 2 വാക്യങ്ങൾ, 1 പത്രോസ് 1-ാം അധ്യായം 1ഉം 2ഉം വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശീമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്, ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുവിന്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏതൊരു പുസ്തകവും പഠിക്കാൻ തുടങ്ങുമ്പോൾ പ്രാരംഭത്തിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പുസ്തകത്തിലേക്ക് പ്രവേശിക്കാൻ എന്ന് നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്. മറ്റു പുസ്തകങ്ങളൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ ആ നിലയിലാണ് പഠനം ആരംഭിച്ചത്. അത് ഇത്രയേ ഉള്ളൂ. വളരെ ലളിതമായി ആരെഴുതി, ആർക്കെഴുതി, എന്നെഴുതി, എവിടെ വെച്ചെഴുതി, എന്തിനെഴുതി, ഈ പുസ്തകത്തോടുള്ള ബന്ധത്തിലും നമ്മൾ അത് ചിന്തിച്ചിട്ടാണ് വാക്യങ്ങളിലേക്ക് ഇന്ന് തന്നെ പ്രവേശിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമത് ആരെഴുതി. അതിന്റെ പ്രാരംഭ ഭാഗത്ത് അത് എഴുതിയിട്ടുണ്ട്. ശീമോൻ പത്രോസ് ആണ് എഴുതിയത്. ആർക്കാണ് എഴുതിയത്? അത് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക്. ലളിതമായിട്ടുള്ള അതിന്റെ അർത്ഥം രക്ഷിക്കപ്പെട്ട സകലർക്കും എന്നാണ്. മൂന്നാമതായിട്ട് എന്നെഴുതി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ കൃത്യമായ ഒരു ഡേറ്റ് ഒന്നും നമുക്ക് പറയാൻ കഴിയുകയില്ലെങ്കിലും പത്രോസ് തന്റെ 1ാമത്തെ ലേഖനം എഴുതിയത് AD 64 എന്നാണ് വേദ പണ്ഡിതർ പൊതുവെ പറയുന്നത്. AD 66 തന്റെ നിര്യാണം സംഭവിച്ചു എന്നും മനസ്സിലാക്കുന്നു. 1-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ തന്റെ നിര്യാണത്തെ കുറിച്ച് സ്വർഗത്തിലെ ദൈവം തന്നെ തനിക്ക് മുന്നമേ അറിവ് കൊടുത്ത കാര്യമൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ആണെങ്കിൽ പൊതുവെ വേദപുസ്തകം പഠിക്കുന്ന വേദപഠിതാക്കൾ അഭിപ്രായപ്പെടുന്നത് AD 65 തന്റെ മരണത്തിന് മുൻപ് 1-ാമത്തെ ലേഖനം എഴുതിയതിന് തൊട്ട് പിന്നാലെ ഈ ലേഖനവും എഴുതിയെന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ AD 65 എന്നൊരു ചിന്ത, ഒരു കണക്ക് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. മൂന്നാമതായിട്ട് എവിടെ വെച്ച് എഴുതി എന്നുള്ളതാണ്. അത് ഈ പുസ്തകത്തിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് കഴിയുന്നില്ല. മറ്റു തെളിവുകളും നമുക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ദൈവദാസന്മാര് ചിന്തിക്കുന്നത് 1-ാം ലേഖനം എവിടെ വെച്ച് എഴുതിയോ അവിടെ വെച്ച് തന്നെയാണ് ഈ ലേഖനവും എഴുതിയത് എന്നുള്ളതാണ്. അത് നമ്മൾ ചിന്തിച്ചു. ബാബിലോണിൽ വെച്ചാണ് താന് 1-ാം ലേഖനം എഴുതിയത്. ഇതും അവിടെ നിന്ന് തന്നെ എന്ന് നമുക്ക് ചിന്തിക്കാം. 5-ാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്തിനാണ് ഈ ലേഖനം എഴുതിയത് എന്നുള്ളതാണ്. പൊതുവെ പറഞ്ഞാൽ കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ 3 അധ്യായവും 61 വാക്യങ്ങളുമാണ് ഇതിനുള്ളത്. ഈ 61 വാക്യങ്ങളുടെ ആകത്തുക എടുത്താൽ രക്ഷിക്കപ്പെട്ട ദൈവ മക്കൾ ആത്മീകമായി വളരണമെന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. 1-ാം ലേഖനത്തിൽ വീണ്ടും ജനനത്തെ പറ്റി വളരെ കാര്യമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വീണ്ടും ജനിച്ചവർ ആത്മീകമായി വളരണം എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ പൊതുവായ ലക്ഷ്യം.
എന്നാൽ 3 അധ്യായങ്ങളാണല്ലോ ഉള്ളത്. ആ 3 അധ്യായങ്ങളിൽ വ്യത്യസ്തമായ 3 കാര്യങ്ങൾ കൂടെ ഇതിന്റെ ഉദ്ദേശമായി, ഈ എഴുതിയതിന്റെ ഉദ്ദേശമായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൂടെ ഞാൻ ഒന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് വായിച്ച വാക്യത്തിലേക്ക് പ്രവേശിക്കാം എന്ന് വിചാരിക്കുകയാണ്. 1-ാം അധ്യായം നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവമക്കൾ 8-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമായി പോകരുത് എന്നുള്ളതാണ്. അതിന്റെ മറുവശം ചിന്തിച്ചാൽ വിശ്വാസികൾ, ദൈവമക്കൾ വളരെ ഉത്സാഹികളായിരിക്കണം, അതോടൊപ്പം ഫലകരമായും അവർ തീരണം. ഞാനത് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആക്റ്റീവുമായിരിക്കണം, എഫക്റ്റീവുമായിരിക്കണം എന്നുള്ളതാണ്. ദൈവമക്കൾ ആക്റ്റീവ് ആയിരിക്കണം, അപ്പോൾ തന്നെ എഫക്റ്റീവുമായിരിക്കണം. ഞാൻ അങ്ങനെ പറയാൻ കാരണം, ചിലർ വളരെ ആക്റ്റീവായിട്ടുള്ളവരുണ്ട് ആത്മീയ കാര്യങ്ങളിൽ, പക്ഷെ ഒട്ടും എഫക്റ്റീവ് അല്ല, പ്രയോജനമൊന്നും കാര്യമായിട്ടില്ല. എന്നാൽ മറ്റു ചിലരുണ്ട്, എഫക്റ്റീവ് ആണ് അവര്, പക്ഷെ ഒട്ടും ആക്റ്റീവ് അല്ല, അതുകൊണ്ടും അവരുടെ പ്രവർത്തനങ്ങൾ പൊതുവെ ഫലകരമായി തീരുന്നില്ല. ദൈവമക്കൾ ആക്റ്റീവുമായിരിക്കണം, അപ്പോൾ തന്നെ എഫക്റ്റീവുമായിരിക്കണം. അതാണ് 1-ാം അധ്യായത്തിൽ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആയാൽ എന്ത് ലഭിക്കുമെന്നൊരു 11-ാം വാക്യത്തിൽ മനോഹരമായ ഒരു ചിന്തയുണ്ട്. യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി ലഭിക്കും. ഞാനത് ഇങ്ങനെ പറയട്ടെ, ഒരു റിച്ച് വെൽക്കം നമുക്ക് സ്വർഗത്തിലേക്ക് ലഭിക്കുമെന്നാണ്. അത് വിശദീകരിച്ചൊക്കെ നമ്മൾ പിന്നീട് ചിന്തിക്കുന്നതാണ്. അപ്പൊ 1-ാം അധ്യായത്തിൽ പറയുന്നത് വിശ്വാസികൾ ഫലകരമായും ഉത്സാഹത്തോടെയും കർത്താവിന് വേണ്ടി അധ്വാനിക്കണം. അങ്ങനെ അധ്വാനിക്കുന്നവർക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു വെൽക്കം സ്വർഗത്തിലേക്ക് ലഭിക്കും എന്നുള്ളതാണ്. 2-ാം അധ്യായത്തിൽ പറയുന്നത് പീഡനങ്ങളോടുള്ള ബന്ധത്തിൽ ഉള്ള ചില കാര്യങ്ങളാണ്. പക്ഷെ 2-ാം അധ്യായത്തിൽ പറയുന്ന പീഡനങ്ങൾ 1-ാം ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെയുള്ള പീഡനങ്ങളല്ല. 1-ാം ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ള പീഡനങ്ങളൊക്കെ പുറത്തു നിന്നുള്ളതാണ്, ശാരീരികമായിട്ടുള്ള പീഡനങ്ങളാണ്. ഇവിടെ മാനസിക പീഡനങ്ങളാണ്. ഒരർത്ഥത്തിൽ ആത്മീക പീഡനമെന്ന് വേണമെങ്കിലും പറയാം. എന്ന് പറഞ്ഞാൽ ദുരുപദേഷ്ടാക്കന്മാർ എഴുന്നേറ്റിട്ട് ദൈവമക്കളെ ദുരുപദേശത്തിലേക്ക് പ്രഷർ ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അത് വളരെ മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ദൈവത്തിന്റെ വചനം നമ്മൾ നാളുകളായി പഠിക്കുന്നുണ്ട്, ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനൊക്കെ വിരുദ്ധമായി ചില വാക്യങ്ങൾ എടുത്ത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനെ ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മളെ പ്രഷർ ചെയ്ത് നമ്മൾ മനസ്സിലാക്കാനും അംഗീകരിക്കാനും നിർബന്ധിക്കുന്നത് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. 2-ാം അധ്യായത്തിൽ അതാണ് പറയുന്നത്. അങ്ങനെയുള്ളവരോട് എങ്ങനെ അവരെ നേരിട്ട് അതിജീവിക്കണമെന്നുള്ള അനുഗ്രഹീതമായ പ്രബോധനമാണ് 2-ാം അധ്യായത്തിൽ കാണുന്നത്. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവിന്റെ മടങ്ങി വരവിനെ പറ്റി വിശ്വാസികളെല്ലാം 1-ാം നൂറ്റാണ്ടിൽ തന്നെ കർത്താവ് പോയതുപോലെ വേഗം തിരികെ വരും എന്ന ദൂതന്മാരുടെ ഒക്കെ പ്രഖ്യാപനം അനുസരിച്ച് അവർ കാത്തിരിക്കുകയാണ്. പക്ഷേ കാണുന്നില്ല. അത് കാരണം ഇനി ഒരുപക്ഷെ വരികയില്ലയോ എന്ന് പോലും ചില വിശ്വാസികൾ ചിന്തിച്ചു പോയി. അതിന് മറുപടിയായിട്ട് 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് വരാൻ താമസിക്കുകയില്ല, വരും. അതിന് ആ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിന് ചില കാരണങ്ങളുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് ആരും നശിച്ചു പോകരുതെന്ന് ആഗ്രഹിച്ച് സ്വർഗത്തിലെ ദൈവം സർവജ്ഞാനത്തിൽ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവിന്റെ വരവിനെ കാത്ത് പ്രതീക്ഷിച്ച് ആ ചിന്തയോട് വിശ്വാസി ലോകത്തിൽ ജീവിക്കണം എന്നുള്ളതാണ്. ഇതാണ് ആ 3 അധ്യായങ്ങളിൽ പ്രത്യേകം എടുത്തു പറഞ്ഞാൽ എന്തിനാണ് ഈ ലേഖനം എഴുതിയത് എന്നുള്ളത്. ചുരുക്കത്തിൽ നമ്മൾ ഇന്ന് വളരെ വേഗത്തിൽ ആരെഴുതി, ആർക്കെഴുതി, എന്നെഴുതി, എവിടെ വെച്ചെഴുതി, എന്തിനെഴുതി എന്ന് ചിന്തിക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ഇനി നമുക്ക് വാക്യങ്ങളിലേക്ക് പ്രവേശിക്കാം. നാം വായിച്ചു കേട്ട വാക്യങ്ങൾ നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ള പോലെ, പഠിച്ചിട്ടുള്ളത് പോലെ ഏത് ലേഖനവും പുതിയ നിയമത്തിൽ കാണുന്ന ലേഖനങ്ങളൊക്കെ തന്നെ ഗ്രീക്ക് ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത് എന്ന് നമുക്കറിയാമല്ലോ. ലേഖനങ്ങൾ എന്നൊക്കെ പറയുന്ന കത്തുകളാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, എഴുത്തുകളാണ്. അപ്പൊ ഗ്രീക്ക് ഭാഷയിലെ എഴുത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ പണ്ടേ ചിന്തിച്ചിട്ടുണ്ട്, പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ആദ്യ ഭാഗത്ത് ആരെഴുതിയെന്നും തുടർന്ന് ആർക്കെഴുതിയെന്നും
പിന്നെ ഒരു ആശംസയും. ഇതാണ് ഗ്രീക്ക് ഭാഷയിലുള്ള കത്തുകളുടെ പ്രത്യേകത. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഇവിടെയും ഈ നമ്മൾ വായിച്ച 2 വാക്യങ്ങളിൽ ഈ 3 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ആരെഴുതി? ശീമോൻ പത്രോസ് എഴുതി. 2, ആർക്കെഴുതി? വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതി. 3, ഒരു ആശംസയുണ്ട്, കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ ഇന്ന് അല്പമായിട്ട് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ഓരോ വിഷയത്തിനും ചില ഉപവകുപ്പുകളും ഉണ്ടാകും. അങ്ങനെ നമുക്കത് ചിന്തിക്കാം, പഠിക്കാം. ഒന്നാമതായിട്ട് ആര് എഴുതി എന്നുള്ളതാണ്. ശീമോൻ പത്രോസ് ആണെന്ന് അവിടെ ഉണ്ട്. പക്ഷേ അല്പം കൂടെ ചില കാര്യങ്ങൾ പത്രോസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. തന്നെ ഒന്ന് പരിചയപ്പെടുത്തുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. 2 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഞാൻ യേശു ക്രിസ്തുവിന്റെ ദാസനാണ്. രണ്ടാമത്, ഞാൻ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തോലനുമാണ്. ഈ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നോക്കുക, ഒന്നാമത് പറഞ്ഞത് ഞാൻ യേശു ക്രിസ്തുവിന്റെ ദാസനാണ് എന്നുള്ളതാണ്. അത് തൻ്റെ താഴ്മയെ കാണിക്കുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഓർക്കുകയുണ്ടായി, ദൈവ മക്കളുടെ അനിവാര്യമായ ഒരു അനുഗ്രഹീത സ്വഭാവമാണ് താഴ്മ എന്ന് പറയുന്നത്. മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണുക, മനഃപൂർവ്വം എണ്ണുക. അത് ദൈവമക്കളുടെ എല്ലാം അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്വഭാവമായിട്ട് ഇരിക്കണം എന്ന് നമ്മൾ ഓർക്കുകയുണ്ടായി. ഇവിടെ ദാസൻ എന്ന് പറഞ്ഞിരിക്കുന്നത് സ്ലേവ് എന്നുള്ള അർത്ഥത്തിൽ തന്നെ, അടിമ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. നോക്കുക, താൻ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനാണ്. പക്ഷേ ആദ്യം താൻ പറഞ്ഞത് ഞാൻ യേശുക്രിസ്തുവിന്റെ അടിമയാണെന്നുള്ളതാണ്. ഒരു അടിമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, യജമാനനെ ചോദ്യം ചെയ്യാതെ, എന്ത് പറഞ്ഞാലും അത് ചോദ്യം ചെയ്യാതെ സന്തോഷത്തോടെ സംതൃപ്തിയോടെ യജമാനന്റെ സന്തോഷം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നതിനെയാണ് ശരിക്കും ചെയ്യുന്നതാണ് ഒരു അടിമയുടെ ജോലി എന്ന് പറയുന്നത്. ഇവിടെ പത്രോസ് അഭിമാനിക്കുകയാണ് യേശുക്രിസ്തുവിന്റെ അടിമയായിരിക്കുന്നതിൽ. യേശുക്രിസ്തുവിന്റെ സന്തോഷം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് സംതൃപ്തിയോട്. ജോലിയൊക്കെ ചെയ്യുമ്പോൾ പലരും ജോലി ചെയ്യുന്നത് സംതൃപ്തിയോടൊന്നുമല്ല, വെറുവെറുപ്പോടെ ഒക്കെയാണ്. പക്ഷെ ഇതങ്ങനെയല്ല. സംതൃപ്തിയോട്, സന്തോഷത്തോട്, യജമാനന്റെ സന്തോഷം മാത്രം ലക്ഷ്യമാക്കി അതിൽ സന്തോഷിച്ചുകൊണ്ട് താൻ ഒരു ദാസനായിരിക്കുന്നതിൽ അഭിമാനിക്കുന്നു എന്നുള്ളതാണ് ആ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നോക്ക്, നമ്മുടെ കർത്താവാണ് ഇതിനൊക്കെ മാതൃക എന്നുള്ളത്. പത്രോസിനെ കർത്താവിന്റെ അനുഗ്രഹീത മാതൃക വല്ലാണ്ട് ആകർഷിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. പഴയ നിയമത്തിൽ തന്നെ യെശയ്യാ പ്രവചനം 52:10 നമ്മൾ ഓർത്തു പോകുന്നേ ഉള്ളൂ, അത് വായിക്കുന്നില്ല. അവിടെ യേശു കർത്താവിനെ പറ്റി പ്രവാചകൻ പ്രവചിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ ദാസൻ കൃതാർത്ഥനാകുമെന്ന്. കർത്താവിനെ കുറിച്ചാ പറഞ്ഞത്. പിതാവായ ദൈവത്തിന്റെ സന്തോഷം മാത്രം ലക്ഷ്യമാക്കി നമ്മുടെ കർത്താവ് ഭൂമിയിലേക്ക് വന്നപ്പോൾ സന്തോഷത്തോടും സംതൃപ്തിയോടും പിതാവിന്റെ ഹിതം നിറവേറ്റി മാതൃക കാണിച്ചു. ഇത് കൂടെ നടന്ന് കണ്ട വ്യക്തിയാണ് പത്രോസ്. അതുകൊണ്ടാണ് താൻ ഈ ക്രിസ്തുവിന്റെ അടിമയായിരിക്കുന്നതിൽ ഇത്രയും സന്തോഷം പ്രകടിപ്പിക്കുന്നത്. മാത്രമല്ല, യേശു കർത്താവ് ഫിലിപ്പിയർ 2:6 നമുക്കറിയാം, ദാസരൂപം എടുത്തു എന്ന് വായിക്കുന്നുണ്ട്. ഒരു മടിയുമില്ലാതെ ദാസനായി ഭൂമിയിലേക്ക് വരികയാണ് ചെയ്തത്. അതോടൊപ്പം നമ്മൾ ഇതൊക്കെ നേരത്തെ ചിന്തിച്ചതുകൊണ്ട് പറഞ്ഞു പോയാൽ മതി. അവിടെ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമാണ്, ശിഷ്യന്മാരുടെ കാല് കഴുകിക്കൊണ്ട് കേവലം ദാസൻ എന്ന് പറയുക മാത്രമല്ല, ശിഷ്യന്മാർക്കും ദാസ്യ വേല ചെയ്തത് നാം അവിടെ കാണുകയാണ്. ഈ കാര്യം കഴിഞ്ഞ ചില ക്ലാസ്സുകളിൽ നമ്മൾ ചിന്തിച്ചത് കൊണ്ട് വിശദീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, കർത്താവിനോട് കൂടെ നടന്ന് കർത്താവിന്റെ അനുഗ്രഹീത മാതൃക കണ്ട് ജീവിതത്തിൽ പകർത്തിയ പത്രോസ് യേശു ക്രിസ്തുവിന്റെ ദാസൻ എന്ന് പറയുന്നതിൽ അഭിമാനം കൊണ്ടു. അതുകൊണ്ടാണ് ആദ്യം ദാസൻ എന്ന് പറഞ്ഞത്. എന്നാൽ അപ്പോസ്തലൻ എന്നുള്ളതും താൻ മറച്ചു വെക്കുന്നില്ല, അല്ലെങ്കിൽ അത് അവഗണിക്കുന്നില്ല. കാരണം അത് കർത്താവ് തനിക്ക് കൊടുത്തതാണ്. കർത്താവ് തനിക്ക് കൊടുത്ത പ്രത്യേകമായ അംഗീകാരം, പദവി, അതിനെ അവഗണിക്കുന്നത് കർത്താവിനോടുള്ള അനാദരവായി മാറും. അതുകൊണ്ട് അത് അവഗണിക്കുന്നില്ല. ആ കാര്യം പറഞ്ഞു. പക്ഷെ അത് രണ്ടാമതാ പറഞ്ഞത്.
ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ മാതൃക നാം ഇവിടെ കാണുകയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, നമ്മളെല്ലാം ദാസന്മാരാണ്. പലപ്പോൾ ചിന്തിച്ചതാണ്. പക്ഷെ ഈ ദൈവത്തിന്റെ വചനം ഈ ഭാഗം ധ്യാനിച്ചപ്പോൾ പിന്നെയും ആ കാര്യങ്ങളൊക്കെ എൻ്റെ ഹൃദയത്തിലേക്ക് വരികയുണ്ടായി. തന്നെയുമല്ല, ഓരോ ക്ലാസ്സും വ്യത്യസ്തമാണല്ലോ. നേരത്തെയുള്ള ക്ലാസ്സുകൾ കേട്ടിട്ടുള്ളവരും കേൾക്കാത്തവരും ഇതിൽ സംബന്ധിക്കാം. ചിലപ്പോൾ പുതുതായി സംബന്ധിക്കുന്നവരുണ്ടാകാം, ചിലപ്പോൾ അന്നത്തെ ആ ക്ലാസ് ശ്രദ്ധിക്കാൻ കഴിയാഞ്ഞവരുണ്ടാകാം. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളൊന്ന് ഓടിച്ച് പറഞ്ഞതാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മളെല്ലാം ഈ അപ്പോസ്തലന്മാർ മാത്രമല്ല, അല്ലെങ്കിൽ ആത്മീയ ശുശ്രൂഷയിൽ സജീവമായി നിൽക്കുന്നവരല്ല, നമ്മൾ രക്ഷിക്കപ്പെട്ട സകലരും ദാസന്മാരാണ്, ദാസിമാരാണെന്ന് നമ്മൾ ആവർത്തിച്ച് ചിന്തിച്ചിട്ടുള്ളത് ഓർക്കുമല്ലോ. അതിന് ഞാൻ സാധാരണ പറയുന്നത്, എളുപ്പം പറയുന്ന ഒരു വാക്യമാണല്ലോ, വെളിപ്പാട് പുസ്തകം 1:1, വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടത്. അവിടെ ആ ദാസന്മാരെന്ന് ഉപയോഗിച്ചിരിക്കുന്ന സകല വിശ്വാസികളെയുമാണ്. എല്ലാവരും ദാസന്മാർ ആണ്. യേശു കർത്താവിന്റെ ദാസൻ എന്ന നിലയിൽ, അടിമ എന്ന നിലയിൽ തൻ്റെ വേല സന്തോഷത്തോടും സംതൃപ്തിയോടും ചെയ്താൽ അതെന്ത് അനുഗ്രഹമാണ് എന്ന് ഞാൻ രൂത്തിന്റെ പുസ്തകത്തിൽ നിന്ന് വേഗം കാണിക്കുക. ചിലപ്പോഴൊക്കെ രൂത്തിന്റെ പുസ്തകം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് മറന്നിട്ടല്ല. പക്ഷെ ഈ ദിവസങ്ങളിൽ ഞാൻ ധ്യാനത്തിനായിട്ട് ഇരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പിന്നെയും ശക്തമായിട്ട് എന്നോട് ഇടപെട്ടത് കൊണ്ട് ഞാൻ അങ്ങനെ അത് ഒന്നുകൂടെ എടുത്ത് പറയാം. നമുക്കറിയാം, രൂത്ത് ബത്ലഹേമിലേക്ക് വന്നു. അതിന്റെ ആശയമൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ. രൂത്ത് മോവാബ് എന്ന് പറയുന്ന വാഷ് ബേസിന് സമാനമായ ദേശത്ത് നിന്ന് ഒരു തീരുമാനമെടുത്ത് ബത്ലഹേമിൽ, അഥവാ അപ്പത്തിന്റെ വീട്ടിൽ, അഥവാ യേശുക്രിസ്തുവിന്റെ വീട്ടിൽ, അഥവാ ദൈവഭവനത്തിൽ വന്നു. അത് രക്ഷിക്കപ്പെട്ട് വന്ന അവളോട് ബോസ് പറയുന്നത്, മകളെ എന്ന് വിളിച്ച് സ്വീകരിച്ചിട്ട് എൻ്റെ ദാസിമാരോട് ചേർന്ന് കൊള്ളാനാ പറയുന്നത്. എൻ്റെ ബാല്യക്കാരോട് ചേർന്നുള്ള, എൻ്റെ ദാസിമാരോട് ചേർന്നുള്ള എന്ന് പറഞ്ഞാൽ, നീ ഒരു ദാസിയായി എൻ്റെ സെർവന്റ് എന്ന നിലയിൽ വേല ചെയ്യുക എന്നുള്ളതാണ്. അവൾ സന്തോഷത്തോടെ അത് ഏറ്റെടുത്തു. ഞാൻ അതിന്റെ അനുഗ്രഹമാണ് പറയാവുന്നത്. അവൾ സന്തോഷത്തോടെ അത് ഏറ്റെടുക്കുകയാണ്. ഏറ്റെടുത്തുകൊണ്ട് കൊയ്യുന്നവരുടെ പിന്നാലെ ദൃഷ്ടി വെച്ച് ശ്രദ്ധയോടെ പെറുക്കിക്കൊള്ളുക. കാലാ പെറുക്കുന്ന ജോലിയാണ്. അത് പലപ്പോഴും ഓർപ്പിച്ചിട്ടുള്ളത് പോലെ അത് വളരെ നിന്ദയും പരിഹാസവും താഴ്ചയും ഒക്കെ ഉള്ളതാണ് മറ്റുള്ളവരുടെ കണ്ണിൽ നിന്ദിക്കപ്പെടുന്ന, പരിഹസിക്കപ്പെടുന്ന, അതുപോലെ തന്നെ താഴ്ചയുടെ ഒരു മറ്റു നിവൃത്തിയില്ല ഞാൻ അതൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരുപക്ഷെ മറ്റ് യജമാനന്മാര്, കൊയ്ത്തിന്റെ നേതൃത്വം വഹിക്കുന്നവരൊക്കെ ചിലപ്പോൾ ഉപദ്രവിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് വേല ചെയ്യുന്നത്. പക്ഷേ അവൾ ഏതായാലും വളരെ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. നമ്മള് രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ, അവൾ വന്നപ്പോ മുതൽ വേല ചെയ്യാണ്. നമുക്കൊന്ന് വായിച്ച് ഒരു 1-2 ചില വാക്യങ്ങൾ അതൊന്ന് എടുത്തു വെച്ചു. ആ രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം. ഞാൻ കൊയ്ത്തുകാരുടെ പിന്നാലെ കറ്റകളുടെ ഇടയിൽ പെറുക്കിക്കൊള്ളട്ടെ എന്ന് അവൾ ചോദിച്ചു. അങ്ങനെ അവൾ കാലത്ത് വന്ന് ഇതുവരെ പെറുക്കിക്കൊണ്ടിരിക്കുന്നു, വീട്ടിൽ അല്പനേരമേ താമസിച്ചുള്ളൂ എന്ന് ഉത്തരം പറഞ്ഞു. വന്നപ്പോ മുതല് അവള് ദാസിയായിട്ട് അവളെ സ്വീകരിച്ചു. മകളായി സ്വീകരിച്ചിട്ട് ദാസിമാരുടെ കൂട്ടത്തിൽ പെടുത്തി വേല ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൾ വന്നപ്പോ മുതൽ വേല ചെയ്യണം. അല്പനേരമേ വീട്ടിൽ താമസം ഉള്ളെന്ന് പറഞ്ഞാൽ അല്പം റെസ്റ്റ് എടുത്തുള്ളൂ. ആ വേലയിൽ അവൾ ഇൻവോൾവ് ആയി എന്നുള്ളതാണ്. ആ യജമാനൻ ഏൽപ്പിച്ച വേലയിൽ അവള് ഇൻവോൾവ് ആയി. അവിടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി കൂടെയാണ് എങ്കിൽ അതിനകത്ത് ഇൻവോൾവ് ആയി. അതിന്റെ ഫലമായിട്ട് എന്തൊക്കെ അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിച്ചെന്ന് നോക്കാമെങ്കിൽ 2:9 പറയുന്നു, നിന്നെ ആരും തൊടരുത് എന്ന് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. സംരക്ഷ. ദൈവത്തിന് സ്തോത്രം. അടുത്ത അതേ 9-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, നിനക്ക് ദാഹിക്കുമ്പോൾ. അപ്പോൾ അവിടെ ദാഹം അറിയുന്നു. 2:14 വരുമ്പോൾ, ഉച്ച സമയത്ത്, വിശപ്പിന്റെ സമയത്ത്, ഭക്ഷണ സമയത്ത് അവളെ അടുക്കൽ വിളിച്ച് അവൻ കഴിക്കുന്ന ഭക്ഷണവും അത് സ്വാദിഷ്ടമായി ചാറിൽ മുക്കി കഴിച്ചോളാൻ പറയുന്നതായിട്ട് കാണുകയാണ്. 3:15 വരുമ്പോൾ, കളത്തിൽ വെച്ച് അവൾക്ക് അളന്നു കൊടുക്കുന്നു. 6 ഇടങ്ങഴി യവം അളന്നു കൊടുക്കുന്നതായിട്ട് കാണുന്നു. പിന്നീട് 4:11 വരുമ്പോൾ അവള് ബോവസിന്റെ വീട്ടിലെ വീട്ടുകാരിയായി മാറ്റിയ അനുഗ്രഹിക്കപ്പെട്ട ചിത്രം. അതും മാത്രമല്ല, ഇപ്പോൾ അവൾ ഏത് നിലത്ത് നിന്ന് അവൾ കാലാപെറുക്കിയോ, നിന്നയും പരിഹാസവും ഏറ്റോ, നിന്നയും ഉപദ്രവങ്ങളും താഴ്ചയും ഒക്കെ അനുഭവിച്ചോ,
അത് അവളുടെ സ്വന്തമായി മാറി. ഇപ്പോൾ അതിന്റെ മേലധികാരിയാണ് അവൾ. അവിടെ ജോലി ചെയ്യുന്നവരെ ഭരിക്കുവാൻ തക്കവണ്ണം അവൾ ഇപ്പോൾ പ്രാപ്തിയായി മാറി. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ദൈവമക്കൾക്കൊക്കെ മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇങ്ങനെ പറയട്ടെ, രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, കർത്താവിന്റെ സന്തോഷം മാത്രം ലക്ഷ്യമാക്കി വളരെ സംതൃപ്തിയോടെ നമ്മൾ ചെയ്യുന്ന ജോലി പിറുപിറുപ്പോടല്ല, അസംതൃപ്തിയോടല്ല, അലക്ഷ്യമായിട്ടല്ല, ഉത്സാഹമില്ലാത്തവരായിട്ടല്ല, നമ്മൾ സംതൃപ്തിയോട് സന്തോഷത്തോടെ വേല ചെയ്താൽ ഈ രൂത്തിന് ലഭിച്ചതുപോലെയുള്ള അത് നിഴലായി കാണുകയാണ്, അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് ലഭിക്കും. റെസ്റ്റ് ഒക്കെ അങ്ങി എന്നിട്ടാ കർത്താവിന്റെ അടുക്കൽ ചെന്നിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാം. ഇവിടെ നമുക്ക് കർത്താവിന്റെ വേല, അവൾ അല്പനേരമേ വിശ്രമിച്ചുള്ളൂ, അങ്ങനെ വേല ചെയ്യാം. അങ്ങനെ വേല ചെയ്താൽ ഇവിടെ എന്താ, നിന്നെ തുടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവിക സംരക്ഷണം നമുക്ക് ലഭിക്കും. നമുക്ക് ദാഹിക്കുമ്പോൾ, എപ്പോഴാണ് ദാഹിക്കുന്നത്, അത് ആ ഭാഗങ്ങൾ വിശദീകരിക്കാൻ സമയം പോകുന്നുണ്ട്, വിശദീകരിക്കുന്നില്ല. അവള് എപ്പോ വേണേലും ദാഹിക്കാം. അവള് ചോദിച്ചില്ല, ഞാൻ വെയിലത്ത് നിന്ന് പെറുക്കുമ്പോൾ ദാഹിച്ചാൽ എന്ത് ചെയ്യും? ഇല്ല, നീ എനക്ക് കോരി വെച്ചിട്ടുണ്ട്, കുടിച്ചുകൊള്ളുക. അവൾക്ക് പെറുക്കാൻ, മനോഹരമായ ഒരു കാര്യം ഞാൻ മുമ്പേ അത് ഓർപ്പിച്ചില്ല, പെറുക്കുവാൻ കറ്റകൾക്കിടയിൽ നിന്ന് വലിച്ചിട്ട് കൊടുക്കാൻ പറയുന്നുണ്ട്. പെറുക്കുന്നവൾക്ക് പെറുക്കാൻ വല്ലതും കൊടുക്കുകയാണ്. പിന്നീട് കളത്തിൽ അവൾക്ക് യവൻ കൊടുക്കുന്നു, വീട്ടുകാരിയായി മാറുന്നു. ദൈവമക്കളെ, ഇതുപോലെ നമുക്ക് സംരക്ഷണം, നമുക്ക് ദാഹിക്കുമ്പോൾ ദാഹത്തിനുള്ളത്, വിശക്കുമ്പോൾ വിശപ്പിനുള്ളത്, കറ്റകളിൽ നിന്ന് വലിച്ചിട്ട് നമുക്ക് പെറുക്കാൻ വല്ലതും, അതിനപ്പുറം കർത്താവ് വന്ന് നമ്മളെ ചേർത്ത് കഴിയുമ്പോൾ അവന്റെ കളത്തിൽ അഥവാ നീതിയുടെ ന്യായാസനത്തിന് മുൻപിൽ പ്രതിഫലങ്ങൾ നമ്മൾ പ്രാപിക്കും. സ്തോത്രം. ഇവിടെ അധ്വാനിക്കുന്നവർക്ക് വാസ്തവത്തിൽ ശരിയായ ദാസനായി, ദാസിയായി, ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ കർത്താവിന്റെ സന്തോഷം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നെങ്കിൽ ധാരാളമായ പ്രതിഫലം ലഭിക്കാൻ ഇടയായിത്തീരും. അത് മാത്രമല്ല, അതിനപ്പുറം ബോവസിന്റെ സാക്ഷാൽ ബോവസായ യേശു കർത്താവിന്റെ കാന്തയായി അവൾ എവിടെ നിന്ന് പെറുക്കിയോ അവിടെ അവൾ പിന്നെ ഭരിക്കുന്നവളായി മാറിയതുപോലെ യേശുക്രിസ്തുവിന്റെ കാന്തയായി യേശുക്രിസ്തുവിനോട് കൂടെ ഈ ലോകത്തിൽ വന്ന് നമ്മൾ ഇവിടെ പ്രവർത്തിച്ചപ്പോൾ നിന്ന സഹിച്ചിട്ടുണ്ട്, തുപ്പൽ സഹിച്ചിട്ടുണ്ട്, പരിഹാസം ഏറ്റിട്ടുണ്ട്, താഴ്ച നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്, മറ്റുള്ളവരുടെ എല്ലാ തരത്തിലുള്ള വെറുപ്പും വിദ്വേഷവും ഉപദ്രവവും സഹിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മണ്ണിനെ നമ്മൾ ഭരിക്കാൻ പോവുകയാണ്. സ്തോത്രം. എന്തുകൊണ്ടാണ് അത് സാധിക്കുന്നത്? കർത്താവിന്റെ ദാസനായി, ദാസിയായി ഇവിടെ അധ്വാനിച്ചത് കൊണ്ട്, അവന്റെ സംതൃപ്തി മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് അധ്വാനിച്ചവർക്ക് ഇത് ലഭിക്കും എന്നുള്ളത് അനുഗ്രഹീത വാഗ്ദത്തമാണ്. അത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇതാണ് പത്രോസ് ദാസൻ എന്നുള്ളതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ചില ലളിതമായ ചില ചിന്തകൾ. രണ്ടാമത് അപ്പോസ്തലൻ എന്നുള്ളതും മറക്കുന്നില്ല. ഞാൻ ഓർപ്പിച്ചതുപോലെ എല്ലാം ഓരോരോ ക്ലാസ്സുകളായതുകൊണ്ട് അപ്പോസ്തലന്മാരെ പറ്റി ധാരാളം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്കത് മറന്നു പോകാൻ നിവൃത്തിയില്ല. അത് ഓർപ്പിച്ച് മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. സൂചന മാത്രം മതി എന്നുള്ളത്. നമുക്കറിയാം, കർത്താവിന് ധാരാളം ശിഷ്യന്മാരുണ്ടായിരുന്നു. താൻ പറയുന്നുണ്ട്, താൻ ദാസനാണത് കഴിഞ്ഞ് ഞാൻ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനാണ്. ഈ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചിട്ട്, ഇത് നമുക്ക് ലൂക്കോസ് 6:13 കാണാൻ കഴിയും. 13:14 അവരെ ശിഷ്യന്മാർ അനേകരുണ്ട്. അവരെ അടുക്കൽ വിളിച്ചിട്ട് 12 പേരെ കർത്താവ് അപ്പോസ്തലന്മാരാക്കി. പിൽക്കാലത്ത് അതിൽ ഒരാള് തെറ്റിപ്പോയി. നമുക്കറിയാം, യൂദാ തെറ്റിപ്പോയി. യൂദാ പോയി കഴിഞ്ഞപ്പോൾ അതിന് പകരം പത്രോസിന്റെ നേതൃത്വത്തിൽ മത്യാസിനെ എടുക്കുന്നതായിട്ട് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ മത്യാസിനെ എടുക്കുകയും മത്യാസിനെ 12-ാമത്തെ ആളായിട്ട് എണ്ണുകയും ചെയ്തു. എന്നാൽ നമ്മൾ പൗലോസിന്റെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ, പൗലോസ് സംശയമന്യേ 13 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. അതിൽ 7 ലേഖനങ്ങളിലും ദൈവേഷ്ടത്താൽ താൻ അപ്പോസ്തലനായതാണ്, ദൈവം തന്നെ അപ്പോസ്തലനാക്കിയെന്ന് ആവർത്തിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ചിലർ ധരിക്കുന്നത് പൗലോസ് ആണെന്നാണ്, വേറെ ചിലർ ധരിക്കുന്ന മത്യാസ് ആണെന്നാണ്. നമുക്കിത് രണ്ടും, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ രണ്ടും തീർത്തൊന്നും പറയാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, കുഞ്ഞാടിന് 12 അപ്പോസ്തലന്മാരേ ഉള്ളൂ, 13 ഇല്ല. യൂദ പോയി ശേഷമുള്ള 11, പിന്നെ മത്യാസും പൗലോസും കൂടെ ചേർന്ന് 13 ഇല്ല, 12 ഉള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കിയത് ഓർമ്മയുണ്ടല്ലോ, വെളിപ്പാട് 21:14 അവിടെ പുതിയ യെരൂശലേമിന്റെ മതിലിന്റെ അടിസ്ഥാനത്തിൽ 12 അടിസ്ഥാനങ്ങളുണ്ടെന്നും ആ 12 അടിസ്ഥാനത്തിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ പേരുണ്ട് എന്നും നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ സംശയമൊക്കെ മാറുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞ് മുന്നോട്ട് പോകാം എന്ന് വിചാരിക്കുകയാണ്. കർത്താവ് വന്ന് നമ്മെ ചേർക്കുമല്ലോ.
മധ്യാകാശത്തിലേക്ക് നമ്മളെ ചേർത്ത് പ്രതിഫലമൊക്കെ തന്ന് നമ്മൾ അങ്ങ് സ്വർഗത്തിലോട്ട് ചെല്ലുമ്പോൾ അവിടെ ഈ പുതിയ യെരൂശലേം റെഡിയായി കിടപ്പുണ്ട്. പുതിയ യെരൂശലേമിന്റെ പണി പൂർത്തീകരിക്കുമ്പോഴാണല്ലോ കർത്താവ് നമ്മെ ചേർക്കാൻ വരുന്നത്. അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ ഈ പുതിയ യെരൂശലേം അവിടെയുണ്ട്. പിന്നീടാണ് അത് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഇതിന്റെ ചുറ്റും നടന്ന് ഈ പേരൊക്കെ നോക്കി മത്യാസാണോ അതോ പൗലോസ് ആണോ എന്ന് കണ്ടെത്താൻ കഴിയുമെന്ന സന്തോഷത്തിൽ നമുക്കിപ്പോൾ ജീവിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. താന് യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനും കൂടെ ആണ്. നമുക്ക് രണ്ടാം ഭാഗത്തേക്ക് വരാം. രണ്ടാം ഭാഗം എന്ന് പറയുന്നത് ആർക്ക് എഴുതി എന്നുള്ളതാണ്. ആർക്കാണ് എഴുതിയെന്ന് നമ്മൾ ഓർക്കുകയുണ്ടായി. അവിടെ പറയുന്നത് 1-ാം വാക്യത്തിന്റെ ഒടുവിലുണ്ട്, ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. അല്പം കൂടെ ഉണ്ട്, നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആർക്കാണ് എഴുതിയത്? വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനൊരു 4 ഉപവകുപ്പുകൾ കൊടുത്തുകൊണ്ട് വിശദീകരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 1, വിലയേറിയ വിശ്വാസം. 2, ഈ വിലയേറിയ വിശ്വാസം നമുക്ക് ലഭിച്ചതാണ്. 3, ആർക്കൊക്കെ ഈ വിലയേറിയ വിശ്വാസം ലഭിച്ചോ അവരെല്ലാം ഞങ്ങളെപ്പോലെ തന്നെ തുല്യരായിട്ട് വിശ്വാസം ലഭിച്ചവരാണ്. 4, ദൈവത്തിന്റെയും യേശുക്രിസ്തുവിന്റെയും നീതിയാലാണ് ഈ വിലയേറിയ വിശ്വാസം ലഭിച്ചത് എന്നുള്ളതാണ്. നമുക്ക് ഓരോന്നും ഒന്ന് നോക്കാം. ഈ 4 കാര്യങ്ങൾ അല്പമായിട്ട് ഒന്ന് വിശദീകരിച്ച് പോകാം എന്ന് വിചാരിക്കണം. 1, വിലയേറിയ വിശ്വാസം ലഭിച്ചവർ. ഈ വിലയേറിയ വിശ്വാസം എന്ന് പറയുന്നത് ശരിക്കും വിലയേറിയ രക്ഷയെ പറ്റിയാണ് പറയുന്നത്. നമുക്ക് ലഭിച്ച രക്ഷ വിലയേറിയ അഥവാ വില മതിക്കാനാവാത്തതാണ് എന്ന് നമുക്ക് അറിയാം. അതിന്റെ കാരണം അതിന് മറുവില കൊടുത്തത് യേശു കർത്താവിന്റെ രക്തമാണ്. അത് വിലമതിക്കാനാവാത്തതാണെന്ന് 1 പത്രോസ് 1:19 നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് വിലമതിക്കാനാവാത്ത രക്തം കൊടുത്താണ് നമുക്ക് രക്ഷ. രക്തം കൊടുത്തതിനാലാണ് നമുക്ക് രക്ഷ ലഭിച്ചത് എന്നുള്ളത് കൊണ്ട് നമ്മളെ രക്ഷ വിലയേറിയതാണ്. ആ രക്ഷയ്ക്ക് കാരണമായ വിശ്വാസവും അതുകൊണ്ട് തന്നെ വിലയേറിയതാണ്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വിലയേറിയ വിശ്വാസം എന്ന് നമ്മളവിടെ കാണുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് വിലയേറിയ വിശ്വാസം, വിശ്വാസത്താൽ നമുക്ക് ലഭിച്ചത് വിലയേറിയ രക്ഷയാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി പിഴിയും. ഇത്ര വലിയ രക്ഷ, ഇത്ര വലിയ വില കൊടുത്തതിനാൽ നമുക്ക് സൗജന്യമായി ലഭിച്ചു. പക്ഷേ വലിയൊരു വില അതിന്റെ പിൻപിൽ കൊടുത്തു. അത് പൂർണ്ണമായും കൊടുത്തത് കർത്താവായ യേശുക്രിസ്തു ആണ് എന്ന് നമുക്ക് അറിയാം. നമ്മൾ പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ പഠിച്ചപ്പോൾ ഓർമ്മയിൽ ഉണ്ടാകും. ഞാനൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറയാം. അവിടെ ഈ രക്ഷ, ആത്മരക്ഷ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ രക്ഷയുടെ മഹത്വം വർണ്ണിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. എന്താണത്? 1, അത് പ്രവാചകന്മാർ പണ്ട് പ്രവചിച്ചതും അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വല്ലാണ്ട് അവര് അന്വേഷിച്ചതുമാണ്, ആരാഞ്ഞതുമാണ്. 2, സുവിശേഷം അറിയിച്ചവർ നമ്മളെ ബോധ്യപ്പെടുത്തിയത്, ഗ്രഹിപ്പിച്ചതാണ്. 3, ദൂതന്മാർ കുനിഞ്ഞു നോക്കുന്നതാണ്. ദൈവത്തിന്റെ സ്തോത്രം. കുനിഞ്ഞു നോക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ വലിയ ആകാംക്ഷയുണ്ട്. അതിന്റെ കാരണങ്ങളൊക്കെ അന്ന് ചിന്തിച്ചതാ, ഇപ്പോൾ പറയാൻ നിവർത്തി. അപ്പോൾ അത് ഇത്ര വലിയ രക്ഷയാണ്. ഇത്ര വലിയ വിശ്വാസം എന്ന് പറയാൻ കാരണം ആ വിശ്വാസത്തുള്ള രക്ഷ അത്ര വലിയതായത് കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ വിലയേറിയ വിശ്വാസം അഥവാ വിലയേറിയ രക്ഷയാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചത് എന്നത് അവിടെ കാണുന്നുണ്ട്. രണ്ടാമതായിട്ട് ഇത് ലഭിച്ചതാണ് എന്നുള്ളതാണ്. ചിലപ്പോൾ ചിലരെങ്കിലും ചിന്തിച്ചു പോകാം, ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് എനിക്ക് രക്ഷ കിട്ടി, ഞാൻ വിശ്വസിച്ചത് കൊണ്ട് എനിക്ക് രക്ഷ കിട്ടി എന്ന് ചിലർ സാക്ഷ്യം പറയുമ്പോൾ അവരുടെ നിഷ്കളങ്കതയിൽ നിന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ 26-ാമത്തെ വയസ്സിലാണ്
യേശു ക്രിസ്തുവിനെ കണ്ടെത്തിയത്, ദൈവത്തെ കണ്ടെത്തിയത്. അങ്ങനെയൊക്കെ ചിലപ്പോൾ നിഷ്കളങ്കതയിൽ നിന്ന് പറയുന്ന അത് അവർ രക്ഷിക്കപ്പെട്ട ദിവസത്തെ ഓർത്ത് അങ്ങനെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നമ്മൾ കണ്ടെത്തിയതല്ല, നമ്മളെ കണ്ടെത്തിയതാണ് എന്നുള്ളതാണ് സത്യം. അതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. നമുക്ക് ലഭിച്ചതാണ്. വിശ്വസിക്കാനുള്ള കൃപ പോലും സ്വർഗത്തിലെ ദൈവം തന്നതാണെന്ന് എഫേസർ 2:8 നമ്മൾ ഒത്തിരി ഇപ്പോഴും വായിക്കുന്നത് കൊണ്ടാണ് ഞാനത് വായിക്കാതെ പോകുന്നത്. എപ്പോഴും ഓർക്കുന്ന വാക്യമാണല്ലോ, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കൃപയാലാണത്. അതിന് പ്രവൃത്തികളൊന്നും കാരണമല്ല, അത് ദൈവത്തിന്റെ ദാനമാണ്. അപ്പൊ ദൈവം തന്നതാണ്. ഒരു നിമിഷം അത് മനസ്സിലാക്കാൻ അല്പ പ്രയാസമാണ്, എനിക്ക് പ്രയാസമാണ്, എങ്കിലും ഞാനൊന്ന് ഓർപ്പിക്കുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കുക, എന്ത് യോഗ്യതയായി ഇത് ലഭിക്കാൻ. ദൈവത്തിന് കരുണ തോന്നി, ദൈവത്തിന് നമ്മളോട് ദയ തോന്നി എന്നല്ലാതെ അതിനപ്പുറത്തൊന്നുമില്ല നമുക്ക് ഈ രക്ഷ തരുവാൻ. എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ വാതുക്കൽ നിന്ന് നമ്മളെ വലിച്ചെടുത്ത് സ്വർഗത്തിന്റെ അവകാശികളാക്കി എന്നുള്ളത് എത്ര ശ്രേഷ്ഠമായ കാര്യം. അത് ദൈവം നമുക്ക് തന്നതാണ്. നമ്മൾ വെളിപ്പാട് 7:10 വായിക്കുന്ന ഓർമ്മയുണ്ടല്ലോ, രക്ഷ എന്ന് പറയുന്നത് ദൈവത്തിന്റെയും സിംഹാസനത്തിലെ കുഞ്ഞാടിന്റെയും ദാനമത്രേ എന്ന് നമ്മൾ വായിക്കുക. അത് നമുക്ക് സൗജന്യമായി ദാനമായി ലഭിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രശംസിക്കാൻ ഒന്നുമില്ല, ദൈവം തന്നതാണ് ഈ വിലയേറിയ വിശ്വാസം അഥവാ രക്ഷ. ഞാൻ 1-2 വാക്യങ്ങൾ വേഗം പറഞ്ഞങ്ങ് പോകാം അതിനു വേണ്ടി ഓർമ്മിപ്പിക്കാനായിട്ട്. നമ്മൾ 1 കൊരിന്ത്യർ 1-26 മുതലുള്ള വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ നാം ഇങ്ങനെയാ കാണുന്നത്, സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാരേറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതും തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യം ശ്രദ്ധിക്കുക, ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. ഒരുത്തർക്കും പ്രശംസിക്കാൻ ഒന്നും ഇല്ല. പൂർണ്ണമായിട്ട് ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ കൃപ. ദൈവമക്കളെ, എത്ര ദൈവത്തിന് നന്ദി പറഞ്ഞാൽ മതിയാകും, എത്ര ദൈവത്തെ സ്തുതിച്ചാൽ മതിയാകും. ഈ ആയുസ് മുഴുവൻ അവന്റെ പാദത്തിൽ വീണ് നന്ദി പറഞ്ഞാൽ ഇതിന് പരിഹാരമാകുകയില്ല. അത്രയ്ക്ക് വലിയ ദയയാണ്, അത്രയ്ക്ക് വലിയ കരുണ കാണിച്ചിട്ടാണ് നമുക്ക് ഈ രക്ഷ, ഈ വിലയേറിയ വിശ്വാസവും വിശ്വാസത്താലുള്ള രക്ഷയും തന്നത് എന്ന് നമുക്ക് ആ ഭാഗത്ത് നിന്ന് മനസ്സിലാകും. ദൈവം നമ്മെ സഹായിക്കട്ടെ. വേണമെങ്കിൽ അവിടെ ഓർക്കാവുന്ന ഒരു കാര്യം പറഞ്ഞ് ഞാൻ അങ്ങ് പോവുകയാണ്. കാണാതെ പോയ ആടിനെ കുറിച്ച് നമുക്കറിയാം, വിശദീകരിക്കാതെ ഞാനൊന്ന് ഓർപ്പിക്കുകയാണ്. അതായത് ലൂക്കോസ് 15 കാണുന്ന 100 ആടുള്ള ഒരാൾക്കൊന്ന് കാണാതെ പോയി. വിശദീകരണം വേണ്ട. ആ ആടിന് എന്തെങ്കിലും പ്രശംസിക്കാനുണ്ടോ? അതിനെ തേടി ആ രാത്രിയില് വളരെ കഷ്ടപ്പെട്ട് പകൽ മുഴുവൻ അധ്വാനിച്ച ആ ഇടയൻ ചിലരെയും കൂട്ടി വളരെ അധ്വാനിച്ച് അതിനെ കണ്ടെത്തും വരെ അന്വേഷിച്ച് കണ്ടെത്തി അതിനെ തോളിലേറ്റു. പ്രൈസ് അല്ലോ, തോളിലെടുത്ത് താഴെ വയ്ക്കാതെ വീട്ടിൽ കൊണ്ട് എത്തിച്ചെങ്കിൽ സ്തോത്രം, അത് തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിച്ചത് എന്നോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മൂന്നാമത്തെ കാര്യം ആർക്കാണ് എഴുതിയെന്നുള്ളതിന്റെ ഓരോ ചെറിയ ചെറിയ ഉപവകുപ്പുകൾ നമ്മൾ നോക്കാം. മൂന്നാമത്തേത്, ഞങ്ങൾക്ക് ലഭിച്ച അതേ വിശ്വാസം ലഭിച്ചവർക്ക്, അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്കാണ് എഴുതുന്നത്. വലിയൊരു ആശയം അവിടെ ദൈവത്തിന്റെ ആത്മാവ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ദൈവ മക്കൾ, രക്ഷിക്കപ്പെട്ടവർ എല്ലാവരും തുല്യരാണ്. രക്ഷിക്കപ്പെട്ടവർ ദൈവത്തിന്റെ മക്കളാണ്, അല്ലെങ്കിൽ വിശ്വാസികളാണ്. പക്ഷെ ദൈവ മക്കളുടെ ഇടയിൽ 2 കൂട്ടമുണ്ടോ? നിങ്ങളും ഞങ്ങളും ഉണ്ടോ? അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടോ? അങ്ങനെ ഇടപെടുന്നവരുണ്ടോ? ചിലര് വേറൊരു കൂട്ടമായി കാണുന്നവരുണ്ടോ? അത് വലിയ അപകടമാണ്. ഇത്രയും മാത്രമേ ഞാനത് വെളിപ്പെടുത്തി സംസാരിക്കുന്നു. അങ്ങനെ ഇല്ലേ? അങ്ങനെയൊക്കെ ചിന്തിക്കുന്നില്ലേ? അവരെന്നും ഇവരെന്നും ഒക്കെ ചിന്തിക്കുന്നില്ലേ? അവരെന്നും നമ്മളെന്നും ഒക്കെ ചിന്തിക്കുന്നില്ലേ? അങ്ങനെ ഉണ്ടോ?
രക്ഷിക്കപ്പെട്ടവരെല്ലാം ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ദൈവത്തിന്റെ മക്കൾ തന്നെയാണ് ഒരേ വിശ്വാസം പങ്കിട്ടവരാണ്. അതാ ഇവിടെ പറയുന്നത്. പത്രോസ് പറയുന്നത്, ഞങ്ങളെ പോലെ നിങ്ങളും. നമ്മളെല്ലാം വിശ്വാസത്തിന്റെ കാര്യത്തിൽ, രക്ഷയുടെ കാര്യത്തിൽ നമ്മളെല്ലാം തുല്യരാണ്, ഒരുപോലെ രക്ഷിക്കപ്പെട്ടവരാണ്. ഒരു വേറുകൃത്യവും ഒരു മുഖപക്ഷവും പാടില്ലെന്ന് തിരുവെഴുത്ത് പറയും. ഇത് പറയാനൊക്കെ ചില കാരണങ്ങളുണ്ട്. നമുക്കറിയാം, പഴയ നിയമത്തിൽ, വേഗം ഞാൻ ഓടിച്ചു പറയട്ടെ, പഴയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ രണ്ടു കൂട്ടം ആൾക്കാരുണ്ട്. ദൈവം തന്നെ രണ്ടായി പറഞ്ഞിട്ടുണ്ട്. ഒന്ന് യഹൂദന്മാർ, ദൈവത്തിന്റെ ജനം. രണ്ട് യഹൂദന്മാരല്ലാത്തവർ, അത് യവനന്മാർ, ജാതികൾ. അവരെ യഹൂദന്മാരെ എങ്ങനെയാ പരിഗണിക്കുന്നത്, വിളിക്കുന്നതെന്നൊക്കെ നമുക്കറിയാം, അതിവിടെ പറയുന്നില്ല. എന്നാൽ പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ, യേശുക്രിസ്തു മുഖാന്തരമുള്ള രക്ഷയുടെ സന്ദേശം പ്രസംഗിച്ചപ്പോൾ യഹൂദന്മാരും രക്ഷിക്കപ്പെട്ടു, യഹൂദന്മാരല്ലാത്ത ജാതികളിൽ നിന്നുള്ളവർ രക്ഷിക്കപ്പെട്ടപ്പോൾ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഒരു വേർപാടിന്റെ സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു വ്യത്യാസം, ഒരു ഭിന്നത ഉണ്ടായിരുന്നു. യഹൂദ ക്രിസ്ത്യാനികളെന്നും യവന ക്രിസ്ത്യാനികളെന്നും കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ ഒരു ചിന്ത 1-ാം നൂറ്റാണ്ടിലെ ജനത്തിന്റെ, ദൈവമക്കളുടെ ഇടയിൽ തന്നെ ഉണ്ടായി. അത് ഇന്നും ഉണ്ട് എന്നുള്ളതാണ്. ഒരർത്ഥത്തിൽ ഇന്നും അത് ഉണ്ട് എന്നുള്ളതാണ്. 1-2 വാക്യം ഇപ്പോൾ നമ്മൾ വായിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്തു, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തു ഈ ചിന്ത മാറ്റുവാൻ എന്ത് ചെയ്തു എന്ന് നമുക്ക് നോക്കാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം ഒന്ന് നോക്കാം. എഫേസ്യർ 2:14. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞത്. അത്രയും മതി, നമുക്ക് പെട്ടെന്ന് അത് അത്യാവശ്യമുള്ളത് അത്രയായല്ലോ, മതി. നോക്കുക, ഇരുപക്ഷത്തെയും ഒന്നാക്കി വേർപാടിന്റെ നടുച്ചുവര് ഇടിച്ചു കളഞ്ഞു. യഹൂദനെന്നും യവനെന്നും വ്യത്യാസമില്ല. രക്ഷിക്കപ്പെട്ടവർ ദൈവത്തിന്റെ മക്കളാണ്, ദൈവസഭയാണ്. ഒരു വാക്യം കൂടെ ഒന്ന് വായിക്കുമോ? ഒരു വാക്യം കൂടെ വായിക്കാം. അതായത് 1 കൊരിന്ത്യർ 10:32. 1 കൊരിന്ത്യർ 10:32. യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയല്ലാത്തവരാകുവിൻ. മതി. ഞാൻ അതിൽ നമ്മൾക്ക് ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, വാക്യം മുഴുവൻ ചിന്തിക്കല്ല. 3 കൂട്ടം ആൾക്കാരെ പറ്റി അവിടെ പറയുന്നുണ്ട്. യഹൂദൻ, യവനൻ, ദൈവസഭ. ആരാണ് യഹൂദൻ? അതറിയാം, ജാതീയമായി യഹൂദ കുടുംബത്തിൽ ജനിച്ചവൻ. ആരാണ് ജാതിയൻ, യവനൻ? അത് യഹൂദന്മാരല്ലാത്തവർ. ആരാണ് സഭ? ആരാണ് സഭ? യഹൂദന്മാരിൽ രക്ഷിക്കപ്പെട്ടവരാണോ സഭ? അതോ യവനന്മാരിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരാണോ? അല്ല, യഹൂദന്മാരിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരും യവനന്മാരിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരെയാണ് സഭ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു വ്യത്യാസവും ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഒരു വ്യത്യാസവും ഇല്ല. ദൈവമക്കളെ എവിടുന്നൊക്കെ രക്ഷിക്കപ്പെട്ടു വന്നോ, ഞാൻ ഇങ്ങനെ പറയട്ടെ, ജാതി, മത, വർഗ, വർണ്ണ, ഭാഷാ വ്യത്യാസമില്ലാതെ സകലരും ദൈവമക്കളാണ്. നമ്മുടെ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം മുഖാന്തരം സാധിച്ചതാണ്. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി, ദൈവസഭയെന്ന ഒന്നാക്കി. മാത്രമല്ല, ആ ഭിന്നതയുടെ വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു. ഇപ്പൊ അത് കോൺക്രീറ്റ് മതിൽ പണിയാൻ ശ്രമിക്കുക. വേർപാടിന്റെ മതിൽ സ്വർഗത്തിലെ ദൈവം പുത്രൻ മുഖാന്തരം ഇടിച്ചു കളഞ്ഞു. ഇനി അത് പാടില്ല. ഇനി യഹൂദൻ, യവനൻ എന്നുള്ള വ്യത്യാസമില്ല. രക്ഷിക്കപ്പെട്ട സകലരും ദൈവമക്കൾ എന്നുള്ള അനുഗ്രഹീത ചിന്തയിലേക്ക് കൊണ്ടുവന്നു. ദൈവത്തിന് സ്തോത്രം. പഴയ നിയമത്തിൽ യഹൂദ കുടുംബത്തിൽ ജനിച്ചവരെല്ലാം യഹൂദനും, യഹൂദരല്ലാതെ ജനിക്കുന്നവരെല്ലാം ജാതികളുമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, പുതിയ നിയമ ആത്മീയ അർത്ഥത്തിൽ യഹൂദ കുടുംബത്തിൽ ജനിച്ചാലും രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവൻ ജാതിയാണ്. യഹൂദ കുടുംബത്തിലെ ലേവ്യ ഗോത്രത്തിൽ ജനിച്ചാലും രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവൻ ജാതിയാണ്. എന്നാൽ ജാതിയിൽ നിന്ന് യഹൂദന്മാരല്ലാത്ത ജാതീയമായി നോക്കിയാൽ അല്ലാത്ത രക്ഷിക്കപ്പെട്ടോ, അവരിന്ന് യഹൂദന്മാരാണ് ആത്മീയ അർത്ഥത്തിൽ. അപ്പൊ ഞാൻ ഇങ്ങനെ അത് കൺക്ലൂഡ് ചെയ്യട്ടെ. പുതിയ നിയമത്തിൽ രക്ഷിക്കപ്പെട്ട സകലരും ദൈവമക്കളാണ്. ദൈവമക്കളാണ്, ദൈവജനമാണ്, യഹൂദന്മാരാണ് ആത്മീയ അർത്ഥത്തിൽ. രക്ഷിക്കപ്പെടാത്ത സകലരും ജാതികളാണ്.
അതുകൊണ്ടാണ് ഫിലിപ്പിയർ 3:3 വായിക്കുന്ന ഒരു കാര്യമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയാണ്, നാമല്ലോ പരിച്ഛേദനക്കാർ. യഹൂദൻ എന്നുള്ളതിന്റെ വേറൊരു വാക്കാണ് ഈ പരിച്ഛേദനക്കാരെന്ന് പറയുന്നത്. നാമല്ലോ യഹൂദന്മാരെന്നാ പറയുന്നത്. ആര്? ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവർ. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് എങ്ങനെയാണ്? ആത്മാവിലും സത്യത്തിലും. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്ന നാമാണ് യഹൂദന്മാർ. ആരൊക്കെ പുതിയ നിയമത്തിൽ ദൈവത്തെ ആരാധിക്കുന്നുവോ, രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമേ ആരാധിക്കാൻ അവകാശമുള്ളൂ എന്നൊക്കെ നമുക്കറിയാമല്ലോ. അതുകൊണ്ട് അവരാണ് യഹൂദന്മാർ ആത്മീയ അർത്ഥത്തിൽ. കൂടുതൽ ഡീറ്റെയിൽസ് റോമാലേഖനത്തിലുണ്ട്. ഞാൻ റെഫറൻസ് മാത്രം പറയുന്നു, വായിക്കുന്നില്ല. അത് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ്. റോമാലേഖനം 2-ാം അധ്യായം 28, 29 വാക്യങ്ങളും 9-ാം അധ്യായം 6, 7, 8 ഇത്രയും വാക്യങ്ങൾ വായിച്ചാൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളുടെ ഏകദേശം ഒരു രൂപം നമുക്ക് ആ ഡീറ്റെയിൽ അവിടെ നിന്ന് കിട്ടും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആർക്കാണ് എഴുതിയെന്നുള്ളതിലെ 4-ാമത്തെ ഉപവിഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പൊ ആദ്യം വിലയേറിയ വിശ്വാസം അഥവാ രക്ഷ. ഈ രക്ഷ നമുക്ക് ലഭിച്ചതാണ് എന്ന് മാത്രമല്ല, എല്ലാവരും രക്ഷ ലഭിച്ചവരെല്ലാം തുല്യരാണ്. അത് നമ്മൾ ചിന്തിച്ചു. ഇനി ഒരു കാര്യം കൂടെ അതിൽ നിന്ന് ചിന്തിക്കാനുള്ളത്, നമ്മൾ ഓർക്കുകയുണ്ടായി, നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ച വിശ്വാസം എന്നാ പറഞ്ഞത്, അല്ലെ രക്ഷ. ദൈവത്തിന്റെയും പിതാവിന്റെയും പുത്രന്റെയും നീതിയാൽ ലഭിച്ചതാണ്. ഞാനത് ഇങ്ങനെ പറയട്ടെ. ഒന്ന്, വിശ്വാസത്താൽ രക്ഷ എന്നുള്ളത് ദൈവത്തിന്റെ നീതിയാണ്. അത് ലോകത്തിലെ മനുഷ്യർക്ക് ആ നീതി മനസ്സിലാക്കാൻ വളരെ പ്രയാസവുമാണ്. അത് ദൈവത്തിന്റെ നീതിയാ, വിശ്വാസത്താൽ രക്ഷ. ഞാനൊരു വാക്യം പറഞ്ഞു പോകാം. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 22-ാം വാക്യം വളരെ മനോഹരമായ ഒരു വാക്യമാണ്. പക്ഷെ പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാകാനും അല്പ പ്രയാസമുള്ളതാണ്. അവിടെ നമ്മൾ ഇങ്ങനെയാ വായിക്കുന്നത്, ദൈവത്തിന്റെ ജ്ഞാനത്തിൽ, ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായിക കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ പോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അത് ദൈവത്തിന്റെ നീതിയാണ്. വിശ്വസിക്കുന്നവരെ വിശ്വാസത്താൽ രക്ഷ കൊടുക്കുക എന്നുള്ളത് ദൈവത്തിന്റെ നീതിയാണ്. ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയാൻ. അവിടെ പറഞ്ഞിരിക്കുന്ന 1-2 വാക്കിൽ ഞാൻ വിശദീകരിക്കട്ടെ. ദൈവത്തിന്റെ ജ്ഞാനത്തിൽ, ലോകജ്ഞാനത്താൽ ദൈവത്തെ അറിയായികൊണ്ട്, അതൊക്കെ വായിക്കുമ്പോൾ, നേരെ വായിക്കുമ്പോഴൊക്കെ ചില പ്രയാസം കാണും. ലോകത്തിന്റെ ജ്ഞാനം, ലോകത്തിലെ മനുഷ്യരുടെ ബുദ്ധി കൊണ്ട് സത്യ ദൈവത്തെ അറിയാൻ കഴിയുകയില്ലെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ ബുദ്ധി കൊണ്ട് മനുഷ്യനെ പോലെ റോബോട്ടിനെ ഉണ്ടാക്കാം, മനുഷ്യനെ പോലെ സംസാരിക്കാൻ അവർക്ക് കഴിയും. ഇപ്പോൾ അടുത്ത സമയത്ത് മനുഷ്യന്റെ ഇമോഷൻസ് ഒക്കെ മുഖത്ത് പ്രകടിപ്പിക്കാൻ കഴിയുന്ന റോബോട്ടിനെ കണ്ടുപിടിച്ചു. കമ്പ്യൂട്ടർ കണ്ടുപിടിക്കാൻ കഴിയും. ചന്ദ്രനിലോ ചൊവ്വയിലോ ബഹിരാകാശത്തോ ഒക്കെ പോകാൻ കഴിയും. ഒരുപാട് കാര്യങ്ങൾ കഴിയും മനുഷ്യന്റെ ബുദ്ധി കൊണ്ട്, ഒരു സംശയവുമില്ല. അതൊക്കെ ദൈവം കൊടുക്കുന്നതാണ്, അത് കഴിയും. പക്ഷേ ഒരു കാര്യം നടക്കുകയില്ല, സത്യദൈവത്തെ അറിയുവാൻ. സത്യദൈവത്തെ അറിയുവാൻ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് സാധിക്കില്ല. ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായിക്കൊണ്ട് അതറിയാൻ കഴിയുകയില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ഒരു കാര്യം സംവിധാനം ചെയ്തു. വിശ്വസിക്കുന്നവരെ, സുവിശേഷം പ്രസംഗിക്കുന്നത് വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ, അവർക്ക് രക്ഷ കൊടുക്കുവാൻ, അവരുടെ പാപം മോചിക്കുവാൻ, അവരെ നരകത്തിൽ സ്വർഗത്തിലാക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ഇത് ദൈവത്തിന്റെ നീതിയാണ്. ഈ നീതി മുഖാന്തരമാണ് നമുക്ക് രക്ഷിക്കപ്പെടാൻ കഴിഞ്ഞത്. അല്പം കൂടെ ഞാൻ ഒന്ന് ലളിതമാക്കിയ, ദൈവം നീതിയാണെന്ന് നമുക്കറിയാം. 4-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ അത് വായിക്കുന്നത്. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൽ 2 പ്രാവശ്യം വായിക്കുന്നുണ്ട് ദൈവം സ്നേഹമാണ്. അപ്പൊ ദൈവം നീതിയാണ്, ദൈവം സ്നേഹവുമാണ്. മനുഷ്യനോടുള്ള സ്നേഹം മുഖാന്തരം മനുഷ്യനെ ശിക്ഷിക്കാതെ വിട്ടാൽ ഒരു ചോദ്യം ഉയർന്നു വരും, ദൈവത്തിന്റെ നീതി എവിടെ? മനുഷ്യൻ ചെയ്ത തെറ്റിന്റെ ഫലമായി അവനെ ശിക്ഷിച്ചാൽ മറ്റൊരു ചോദ്യം ഉയർന്നു വരും, ദൈവത്തിന്റെ സ്നേഹം എവിടെ? ദൈവം നീതിയാണ്, ദൈവ സ്നേഹമാണെന്ന് പറയുന്നല്ലോ. ഈ 2 ചോദ്യങ്ങൾക്കും ശരിയ മറുപടി ലഭിക്കണം. എങ്കിൽ അതിന് ദൈവം കണ്ടെത്തിയ, ദൈവത്തിന്റെ സർവജ്ഞാനത്തിൽ സംവിധാനം ചെയ്ത ഒന്നാണ് നമ്മുടെ ശിക്ഷ, മാനവജാതിയുടെ, മനുഷ്യന്റെ ശിക്ഷ ദൈവസ്നേഹം വെളിപ്പെടുത്തിക്കൊണ്ട് അത് പുത്രന്റെ മേൽ ചുമത്തി, പുത്രൻ ആ ശിക്ഷ വഹിച്ചു, ആ നീതി നിവർത്തിച്ചു എന്നുള്ളത്. ഇപ്പോൾ ഒരു ചോദ്യം, മനുഷ്യനുള്ള സ്നേഹം എവിടെ? ഇതാ
മനുഷ്യനെ വെറുതെ വിട്ടിരിക്കുന്നു. ദൈവത്തിന്റെ നീതി എവിടെ? ദൈവത്തിന്റെ നീതിയാണ് പുത്രൻ നീതിയായി തീർന്നു എന്ന് 1 കോരിന്ത്യർ 1:31 വായിക്കുന്നുണ്ട്. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു എന്ന് വായിക്കും. ദൈവത്തിന്റെ നീതി ക്രൂശിൽ നിവർത്തിച്ച് മനുഷ്യനോടുള്ള സ്നേഹം വെളിപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. ഈ നീതിയാൽ ദൈവത്തിന്റെ നീതി അത് പുത്രൻ അത് അനുസരിച്ചത് കൊണ്ട്, വിധേയപ്പെട്ടത് കൊണ്ട് നമുക്ക് എന്ത് ലഭിച്ചു? ദൈവത്തിന് സ്തോത്രം. നമുക്ക് ലഭിച്ചത് വിലയേറിയ രക്ഷയാണ്. ദൈവത്തിന് സ്തോത്രം. 1 പത്രോസ് 3:18 നമ്മളത് പഠിച്ചതാണ്. ക്രിസ്തുവും നമ്മെ ദൈവത്തോടടുപ്പിക്കാൻ നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി കഷ്ടം സഹിച്ചു എന്ന് വായിച്ചു. അപ്പോൾ പിതാവായ ദൈവത്തിന്റെയും പുത്രന്റെയും നീതി മുഖാന്തരം നമുക്ക് ഈ വിലയേറിയ വിശ്വാസം ലഭിച്ചു. മറക്കല്ലത്, അത് വിലയേറിയതാണെങ്കിൽ വിലയേറിയതായി പരിഗണിച്ചു മുന്നോട്ട് പോകണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. 3-ാം ഭാഗത്തേക്ക് വരുന്നു. ആശംസയാണ്. കൃപയും സമാധാനവും വർദ്ധിക്കട്ടെ എന്നാണ് ആശംസ. 1-ാം ലേഖനത്തിലും അങ്ങനെയാ പറഞ്ഞത്. അത് നമുക്കറിയാം. എങ്ങനെ കൃപ പ്രാപിക്കാം? എബ്രായർ 4:16 കൃപാസനത്തിൽ ചെല്ലണം. എങ്ങനെ ചെല്ലണം? എബ്രായർ 10:22 ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരായി, ശുദ്ധജലത്തിൽ ദേഹം കഴുകിയവരായി, വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയത്തോടും പരമാർത്ഥ ഹൃദയത്തോടും ചെല്ലണം. പോരാ, യാക്കോബ് 4:6 പറയുന്നുണ്ട്, അഹങ്കാരികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ തരുന്നു. അപ്പൊ ഇങ്ങനെ ചെന്നാൽ കൃപ കിട്ടും, അതോടൊപ്പം അത് കൂടെ സമാധാനവും കിട്ടും. പക്ഷേ ചോദ്യം ഇതാണ്, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഇവിടെ പറഞ്ഞിരിക്കുക കൃപയും സമാധാനവും വർദ്ധിക്കുമെന്ന് പറഞ്ഞിട്ട് മറ്റൊരു കാര്യം പറഞ്ഞു. എങ്ങനെ വർദ്ധിക്കും? എങ്ങനെ കൃപയും സമാധാനവും വർദ്ധിക്കും അഥവാ വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുവിന്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞാൽ അർത്ഥം, പിതാവായ ദൈവത്തെക്കുറിച്ചും പുത്രനെക്കുറിച്ചുമുള്ള പരിജ്ഞാനം വർദ്ധിക്കുമ്പോൾ നമുക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിതാവായ ദൈവത്തെക്കുറിച്ചും പുത്രനായ ദൈവത്തെക്കുറിച്ചുമുള്ള നമ്മുടെ പരിജ്ഞാനം വർദ്ധിച്ചാൽ നമുക്ക് കൃപയും സമാധാനവും വർദ്ധിക്കും. ഞാൻ അല്പം ഒന്ന് വിശദീകരിക്കാം. അറിവും അഥവാ ജ്ഞാനവും പരിജ്ഞാനവും ഒന്നല്ല, അത് തമ്മിൽ വ്യത്യാസമുണ്ട്. ജ്ഞാനം നമുക്ക് കേട്ട് കണ്ട് വായിച്ചൊക്കെ നേടാൻ പറ്റും. പക്ഷെ പരിജ്ഞാനം അങ്ങനെ പറ്റുകയില്ല, അത് പരിചയിച്ച് നേടിയെടുക്കേണ്ടതാണ്. അപ്പൊ ദൈവത്തിന്റെയും പിതാവിന്റെയും പുത്രന്റെയും പരിജ്ഞാനം നമുക്ക് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഒന്ന്, പിതാവിനെയും പുത്രനെയും നമ്മൾ അറിയണം. ഞാൻ അതിങ്ങനെ ഒന്നുകൂടെ പറഞ്ഞാലോ എന്ന് വിചാരിക്കുക. തിയറിയും പ്രാക്ടിക്കലും എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. തിയറി കൊണ്ട് മാത്രം കാര്യമില്ല, പക്ഷെ തിയറി വേണം. നമ്മൾ തിയറി പഠിച്ച ശേഷം അത് പ്രാക്ടിക്കൽ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് ആ വിഷയത്തിൽ ഒരു പ്രവൃത്തി പരിചയം ഉണ്ടാകുന്നത്. ഇതുപോലെ ഒന്ന്, പിതാവിനെയും പുത്രനെയും അറിയണം. അതെങ്ങനെ അറിയാം? തിരുവെഴുത്തിൽ നിന്നറിയാം. തിരുവെഴുത്ത് പഠിക്കുമ്പോൾ പിതാവിനെ കുറിച്ച് പുത്രനെ കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ പിതാവിനോടും പുത്രനോടും അടുത്തിടപഴകണം, അടുത്ത് ജീവിക്കണം. അപ്പോൾ നമുക്ക് പരിജ്ഞാനം ലഭിക്കും. ഒരു കാര്യം കൂടെ പ്രത്യേകം ഓർപ്പിക്കാം. അവിടെ നമ്മൾ പഠിക്കുമ്പോൾ പിതാവിനെ പുത്രനെ അറിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതൊന്ന്, പിതാവിന് പുത്രൻ എങ്ങനെ കീഴ്പ്പെട്ടിരുന്നു എന്നുള്ളതാണ്. നിന്റെ ഹിതം ചെയ്യുവാൻ ഞാൻ വരുന്നു, ഒരു വ്യത്യാസവും ഇല്ല. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ദാവീദ് പറഞ്ഞത് ഇഷ്ടപ്പെടുന്നതേ ഉള്ളൂ, പക്ഷെ പുത്രൻ പറഞ്ഞത് ഇഷ്ടപ്പെടുന്നതെന്നല്ല, നിന്റെ ഹിതം ചെയ്യുവാൻ ഞാൻ വരുന്നു. കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കണമേ, എങ്കിലും എന്റെ ഹിതമല്ല നിന്റെ ഹിതം പോലാട്ടെ. പിതാവിന് എത്ര പുത്രൻ കീഴ്പ്പെട്ടിരുന്നു എന്ന് നമ്മൾ പഠിച്ച് അറിയണം. അത് നമ്മൾ അറിയണം. അറിഞ്ഞിട്ട്, അപ്പൊ അത് അറിവാണ്, ജ്ഞാനമാണ്. ആ ജ്ഞാനം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം? പുത്രന് കീഴ്പ്പെട്ടുകൊണ്ട് പ്രാക്ടീസ് ചെയ്യണം. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കട്ടെയോ? പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തിൽ പിതാവിന് പുത്രൻ എങ്ങനെ കീഴ്പ്പെട്ടിരുന്നു എന്ന് പഠിക്കുക. പഠിച്ച ശേഷം നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യുക. എങ്ങനെ പ്രാക്ടീസ് ചെയ്യും? പുത്രന് കീഴ്പ്പെട്ട് ജീവിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യും. പുത്രന് കീഴ്പ്പെട്ട് ജീവിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യം അല്ല. എന്ന് പറഞ്ഞാൽ പുത്രനെ പൂർണ്ണമായി അനുസരിച്ച് ജീവിക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ല. കഴിയത്തില്ലെന്ന് ഞാൻ പറയല, കഴിയാത്ത കാര്യം ബൈബിള് പറയല, പക്ഷെ എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ എന്ത് ചെയ്യണം?
ഒരുപാട് കൃപ വേണം, ഒരുപാട് ദൈവ സന്നിധിയിൽ സമയം ചെലവഴിക്കണം. അപ്പോൾ ഒരുപാട് കൃപ കിട്ടും, അതോടുകൂടി ഒരുപാട് സമാധാനവും കിട്ടും. ദൈവത്തിന് സ്തോത്രം. ലളിതമായി ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവത്തെ കുറിച്ച് അറിഞ്ഞ്, വചന പഠനത്തിലൂടെ ദൈവത്തെ അറിഞ്ഞ്, പിതാവിനെയും പുത്രനെയും ഒക്കെ അറിഞ്ഞ് ആ ദൈവത്തോട് അടുത്തിടപെടുമ്പോൾ നമുക്ക് പരിജ്ഞാനം ലഭിക്കും. ആ പരിജ്ഞാനം ലഭിക്കുമ്പോൾ നമുക്ക് കൃപയും സമാധാനവും വർദ്ധിക്കും. കർത്താവിന് കീഴ്പ്പെട്ട് ജീവിക്കാൻ വളരെ കൃപ വേണം. ഞാൻ ഒന്ന് രണ്ട് പേരെ വേഗം ഒന്ന് പരിചയപ്പെടുത്താം, ഒട്ടും വിശദീകരണം വേണ്ട. പഴയ നിയമത്തിൽ നിന്ന് അടുത്തിടപെട്ട രണ്ടുപേരെ. ഒന്ന് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിലാണ്. നമുക്കറിയാം ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. അതാണ് 25-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു എന്നുള്ളതാണ്. ഹി വാക്ക് വിത്ത് ഗോഡ്. ദൈവത്തോട് നടന്ന് നല്ല പരിജ്ഞാനം നേടിയപ്പോൾ, ഒരു വാക്യം ഒന്ന് വായിച്ചേ, യൂദയുടെ ലേഖനം 14-15 വാക്യങ്ങൾ. യൂദ 14-15. 2 പേജ് മറിച്ച്. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെ കുറിച്ച്, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോട് ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തി കെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോട് കൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. ഹാനോക്കിന്റെ പ്രവചനം പഴയ നിയമത്തിലെങ്കിലും കാണുന്നില്ല, യൂദക്കാണ് അത് വെളിപ്പെട്ട് കിട്ടിയത്. പക്ഷെ ഹാനോക്ക് പ്രവചിച്ചു എന്ന് പറഞ്ഞാൽ പ്രവചിച്ചത് തന്നെയാണ്. ഹാനോക്ക് എന്ന ആദ്യത്തെ പ്രവാചകനെ പറ്റി നമ്മൾ ഇവിടെയാ കാണുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്ന് പരിചയിച്ചപ്പോൾ തനിക്കൊരു കാര്യം മനസ്സിലായി. താൻ ദൈവത്തിന്റെ ഹൃദയത്തിലെ പദ്ധതി താൻ മനസ്സിലാക്കി അത് മറ്റുള്ളവരെ അറിയിച്ചു. ഞാൻ ഇങ്ങനെ പറയട്ടെ, അവൻ ദൈവത്തോട് കൂടെ നടന്നു. ഹി വാക്ക് വിത്ത് ഗോഡ്, ഹി വാക്ക് ഫോർ ഗോഡ്. ആ പരിജ്ഞാനത്തിൽ നിന്ന് കർത്താവ് ദൈവത്തിന് വേണ്ടി നടക്കാനിടയായി. ദൈവത്തിന്റെ ഭാവി പ്ലാന് ലോകത്തോട് അറിയിച്ചു. അതുകൊണ്ട് എന്ത് സാധിച്ചു? 24-ാം വാക്യത്തിൽ പറയാണ്, ഹി വാക്ക് ടു ഗോഡ്. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെ. ഹി വാക്ക് വിത്ത് ഗോഡ്, ഹി വാക്ക് ഫോർ ഗോഡ് ആൻഡ് ഹി വാക്ക് ടു ഗോഡ്. ദൈവത്തിങ്കിലേക്ക് നടന്നു. ദൈവത്തോട് അടുത്തിടപഴകിയതിനാൽ ലഭിച്ച അനുഗ്രഹം കണ്ടോ. മറ്റൊരാളാണ് നോഹ. ഓടിച്ചു പറയട്ടെ, പോയിന്റ് മാത്രമേ പറയുന്നുള്ളൂ. ഉൽപ്പത്തി 6-7 വാക്യങ്ങളിലാണ്, 6-7 അധ്യായങ്ങളിലാണ് നമ്മൾ നോഹയെ പറ്റി വായിക്കുന്നത്. നോഹയും 6-ാം അധ്യായം 9-ാം വാക്യത്തിൽ വായിക്കുന്നു, കൂടെ നടന്ന് പരിജ്ഞാനം നേടി. ദൈവത്തോടു കൂടെ നടന്ന് നോഹ പരിജ്ഞാനം നേടിയത് മുഖാന്തരം എന്ത് പറ്റി? ഒരു കാര്യം ചെയ്തു. ദൈവം എന്ത് പറഞ്ഞു അതുപോലെ 6:22, 7:8 യഹോവ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. ഏത് പരിജ്ഞാനത്തില? കൂടെ നടന്ന പരിജ്ഞാനം നേടിയാൽ അവൻ പറഞ്ഞതുപോലെ അനുസരിക്കാൻ പറ്റും. പുത്രനെ നമുക്ക് അനുസരിക്കാൻ പറ്റും. മാത്രമല്ല 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു യാഗപീഠം ഉണ്ടാക്കുന്ന പരിജ്ഞാനം തനിക്ക് ലഭിച്ചു. യാഗപീഠം ഉണ്ടാക്കാനുള്ള പരിജ്ഞാനം തനിക്ക് ലഭിച്ചു. 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ നോക്കുക, ഇത്രയും ഇടപഴകി ജീവിച്ചതിനാൽ ആ പരിജ്ഞാനം മുഖാന്തരം ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്ന് 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ വായിക്കുക. മാത്രമല്ല പരിജ്ഞാനത്തിൽ നിന്ന് താൻ എന്ത് സാധിച്ചു? ഒരു ഭാര്യ മതി എന്ന് താൻ ചിന്തിച്ചു. ഏക ഭാര്യ മതി. അന്നത്തെ ജനത്തിന്റെ നമുക്കറിയാം. ആ പരിജ്ഞാനത്തിൽ നിന്നാണ് ഇതൊക്കെ തനിക്ക് ലഭിച്ചത്. ഏക ഭാര്യ മതി എന്ന് തീരുമാനിച്ചു. ഈ ഇതിനാൽ എന്ത് കൃപയാ തനിക്ക് ലഭിച്ചത്? തനിക്ക് കൃപ ലഭിച്ചെന്ന് 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ എന്ത് കൃപയാ ലഭിച്ചത്? ലോകം മുഴുവൻ ചത്തൊടുങ്ങിയപ്പോൾ ദൈവത്തിന്റെ കൃപയാൽ, ആ കൃപ പ്രാപിച്ചതിനാൽ അവർ 8 പേര് രക്ഷപ്പെട്ടു എന്ന് കാണുന്നുണ്ട്. 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ കാണുകയാണ്, യഹോവ അവരെ അനുഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തോട് അടുത്തിടപഴകി പരിജ്ഞാനം നേടിയപ്പോൾ തന്റെ ജീവിതത്തിന് മാറ്റം വന്നു. ധാരാളം കൃപ ലഭിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. 3 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ഒന്ന്, ആരെഴുതി? ദൈവത്തിന്റെ ദാസനായ പത്രോസ് എഴുതി. നമ്മളും ദാസന്മാരാണ്. പത്രോസിനെ പോലെ അധ്വാനിപ്പാൻ, ഒരു ദാസനായി അധ്വാനിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. രണ്ടാമത് നമ്മൾ ചിന്തിച്ചത് ആർക്കെഴുതി? രക്ഷിക്കപ്പെട്ട സകലർക്കും എഴുതി. ദൈവം കൃപയാൽ തന്നതാണ് ഈ രക്ഷ.
അതിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാം. മൂന്നാമത് നമ്മൾ കണ്ടു, കൃപയും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കണം. നമുക്കതിന് ആഗ്രഹമുണ്ട്, നമുക്കെല്ലാം ആഗ്രഹമുള്ള ഒരു കാര്യം. പക്ഷേ ഒരു കാര്യം ഓർക്കണം, കൃപയും സമാധാനവും വർദ്ധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പിതാവായ ദൈവത്തെയും പുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനം നമുക്കുണ്ടാകണം. എന്താന്ന് വിശദീകരിച്ചു. അപ്പോൾ നമുക്ക് വലിയ അനുഗ്രഹം, വലിയ കൃപ ലഭിക്കും. അതിനോട് ഒപ്പം വലിയ സമാധാനവും ലഭിക്കും. സംബന്ധിച്ച എല്ലാവർക്കും ദൈവസ്നേഹത്തിൽ ഒരിക്കൽ കൂടെ വന്ദനം അറിയിച്ചുകൊണ്ട് ഈ ലളിതമായ വചന കേൾവി നമ്മുടെ തുടർന്നുള്ള ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും വാക്കുകളും ഉപസംഹരിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ.